ഹലോ വെൽക്കം ബാക്ക്. ഞാൻ കാണിക്കാൻ പോകുന്നത് ചമ്മന്തിയുടെ റെസിപ്പിയാണ്. പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു ചെറിയ സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി അല്ലി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടൊരു 5 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിന് പുളിക്ക് ആവശ്യമായിട്ടുള്ള കോൽപ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറിയൊരു കഷ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ മുരിങ്ങയുടെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് മുരിങ്ങയുടെ ഇല നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ചമ്മന്തിയുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് ഇലയും തേങ്ങയും പുളിയെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് ഒരു 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. ആ ചൂടിൽ കിടന്ന് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം. നിങ്ങൾക്ക് ഇനി ഇതിലും ഡീറ്റെയിൽ ആയിട്ട് ഈ റെസിപ്പി കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ.